ഓം ശ്രീ ഗുരുഭ്യോ നമ. കാലിഫോർണിയയിൽ ആശ്രമം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പണികൾ ആരംഭിച്ചു. അവിടെയുള്ള ഒരു ഭക്തന് വലിയ ആഗ്രഹം, ഇനി ആശ്രമ ജീവിതം ആയാലോ. പക്ഷെ അമ്മയുടെ തന്നെ ഉപദേശങ്ങൾ അദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിലാക്കി. ആശ്രമ ജീവിതത്തിന് പാകമായവരെ അതിലേക്ക് വരാവൂ എന്ന അമ്മയുടെ മുന്നറിയിപ്പ് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ഒടുവിൽ തൻ്റെ ആശയക്കുഴപ്പം അദ്ദേഹം അമ്മയെ തന്നെ അറിയിച്ചു. അമ്മേ, എനിക്ക് ഈശ്വരപരമായി ജീവിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലും ഞാൻ തൽപരനാണ്. എനിക്ക് ആശ്രമത്തിൽ ചേരുവാൻ കഴിയുമോ? അമ്മ അരുളി. മോൻ്റെ ആശയക്കുഴപ്പം അമ്മയ്ക്ക് മനസ്സിലായി. മക്കളെ, ജീവിതം വാസനകൾ തമ്മിലുള്ള യുദ്ധമാണ്. ആശ്രമത്തിൽ ജീവിക്കാനുള്ള മനഃശക്തി ഉണ്ടെങ്കിൽ നീ ശ്രമിച്ചു നോക്കൂ. ഗൃഹസ്ഥാശ്രമിക്കും ആധ്യാത്മിക ജീവിതം സാധ്യം തന്നെയാണ്. പക്ഷേ അവിടെ ധാരാളം തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഈ ലോകം മുഴുവനും ഈശ്വരൻ്റെതാണ്, ഈശ്വരനല്ലാതെ മറ്റൊന്നും ഈ ലോകത്തിലില്ല എന്നറിവ് ഒരാൾക്കുണ്ടെങ്കിൽ ഏത് വഴിയും അയാൾക്ക് തിരഞ്ഞെടുക്കാം. മോൻ ഏതു പാതയിലൂടെ പോയാലും ഓരോ ചുവട്ടിലും അമ്മ ഒപ്പം ഉണ്ടായിരിക്കും. അമ്മ മോനെ കൈപിടിച്ചു കൊണ്ടുപോകും. ഇക്കാര്യത്തിൽ നിനക്ക് സംശയമേ വേണ്ട. നമഃശിവായ. ആ തൃക്കരങ്ങൾ നമ്മെ പിടിക്കട്ടെ. അതിനായി നമുക്ക് കൈകൾ നീട്ടാം. അമ്മയിൽ നിന്ന് ഉറപ്പ് കിട്ടത്തക്ക വിധം നമ്മുടെ ജീവിതം നമുക്ക് രൂപപ്പെടുത്താം. അമ്മ നമ്മെ നയിക്കട്ടെ.